കാരണം അമ്മ ചെയ്യുന്നതൊക്കെ വിസിബിളാണ്. അച്ഛൻ അങ്ങനെയാണ്, എല്ലാത്തിൻ്റെ പിന്നിലുണ്ടോ, പക്ഷെ ഒന്നിലും അവകാശവാദങ്ങളുണ്ടോ. അങ്ങനെ വെയിൽ കൊണ്ട് അങ്ങനെ തീർന്നു പോകുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച തണലുകളിലൊക്കെ നമ്മുടെ നമുക്ക് വിശ്രമിക്കുന്നത്. പറഞ്ഞതാണല്ലോ, ഇങ്ങനെയുള്ള അച്ഛൻ്റെ ഒരു സാന്നിധ്യം കിട്ടാത്ത മനുഷ്യര്, അമ്മയുടെ സാന്നിധ്യം കിട്ടിയിട്ടില്ലാത്ത മനുഷ്യര്, ഇവരൊക്കെ അത് തിരയുന്നത് എവിടെയാണ്? നമ്മളിൽ. അതാണ് മനുഷ്യനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1893 അമേരിക്കയിലെ ഷിക്കാഗോയിലെ ഒരു ലോക മത മഹാസമ്മേളനം നടന്നു. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതവിടെ പ്രസംഗിച്ചൊരു സ്വാമിജിയുണ്ട്. ആരാണ്? സ്വാമി വിവേകാനന്ദൻ. അന്ന് അദ്ദേഹത്തിന് എത്ര വയസ്സാണെന്ന് അറിയാം? 32 വയസ്സ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹം അതിനു മുമ്പ് എവിടെയും പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളത്. ആദ്യമായി നടത്തിയ പ്രസംഗമാണ്. ആ പരിപാടിയിൽ 10-20 ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളും ഇങ്ങനെ സ്റ്റേജിലേക്ക് വന്നിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടാണ് സംസാരം തുടങ്ങിയത്. പക്ഷെ 13ാമത്തെ പ്രഭാഷകനായി ഈ സ്വാമിജി ഇങ്ങനെ കയറി വന്നു. തേജസ്സാർന്ന മുഖം. അദ്ദേഹം കയറി വന്നിട്ട് കൊളംബസ് ആളിലെ 4000 മനുഷ്യരെ നോക്കിയിട്ട് ഒറ്റ വലിയ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. 5 മിനിറ്റ് നേരമാണ് അവരെ എഴുന്നേറ്റ് നിന്ന് കഴിപ്പിച്ചത്. ഇന്ന് കൊളംബസ് ആളില്ല, പക്ഷെ അവിടെ ഒരു സ്റ്റാച്യു ഉണ്ട്. 20-ലേറെ ആളുകൾ പ്രസംഗിച്ചു പോയ ആ സമ്മേളനത്തിന്റെ ഓർമ്മയ്ക്കായി ഒരാളുടെ സ്റ്റാച്യു മാത്രമേ ഉള്ളൂ. ആ ആളുടെ പേരാണ് സ്വാമി വിവേകാനന്ദ. അദ്ദേഹം ആ പ്രസംഗത്തിൽ അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാം? നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സ്ക്ലൂഷൻ എന്നൊരു വാക്കുണ്ടല്ലോ. ആ എക്സ്ക്ലൂഷൻ എന്ന നിങ്ങളുടെ ഇംഗ്ലീഷ് വാക്കിന് എന്താണ് എന്റെ മാതൃഭാഷയായ സംസ്കൃതത്തിൽ അർത്ഥം എന്ന് ചോദിച്ചാൽ, സംസ്കൃതത്തിൽ എന്താണ് എക്സ്ക്ലൂഷന് അർത്ഥം എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് തരാൻ കഴിയില്ല. കാരണം എൻ്റെ മാതൃഭാഷയിൽ എക്സ്ക്ലൂഷൻ എന്നതിന് പറയാൻ പറ്റിയൊരു അർത്ഥമില്ല എന്നാണ് സ്വാമിജി പറഞ്ഞത്. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? പുറത്താക്കൽ. ഞങ്ങൾ ആരെയും പുറത്താക്കാറില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരെയും പുറത്താക്കാറില്ല. ഒരാളെ ബ്ലോക്ക് ചെയ്യാന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ബ്ലോക്ക് ലിസ്റ്റ് എത്ര ആളുണ്ട് എന്നുള്ളത് നമ്മുടെ മഹത്വത്തിന്റെ ഒരു ലക്ഷണമില്ല. നമുക്ക് എത്ര മനുഷ്യരെ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എക്സ്ക്ലൂഷൻ അല്ല, പുറന്തള്ളലല്ല. മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ മനുഷ്യനെ സ്വീകരിക്കുക എന്നുള്ളത്, അതാണ് മഹത്വം. വിയറ്റ്നാം യുദ്ധം കഴിഞ്ഞിട്ട് ഒരു പട്ടാളക്കാരൻ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അമേരിക്കൻ പട്ടാളക്കാരനാണ്. അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് വിളിച്ചു. അമ്മയാണ് ഫോൺ എടുത്തത്. അമ്മയോട് പറഞ്ഞു, അമ്മ, എൻ്റെ ഒരു ചങ്ങാതി ഉണ്ട്, അവന് യുദ്ധത്തിൽപ്പെട്ടിട്ട് വലത് കൈയും നഷ്ടപ്പെട്ടു, ഇടത് കാലും നഷ്ടപ്പെട്ടു. ഞാൻ അവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നുണ്ട്. അവന് അച്ഛനും അമ്മയൊന്നുമില്ല. ഞാൻ അവനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നുണ്ട്. അമ്മ പറഞ്ഞു, അത് വേണ്ട മോനെ, അത് നമ്മൾക്ക് വലിയൊരു ബാധ്യതയാവില്ലേ, അത് വേണ്ട, മോനെ കൊണ്ട് വരും. മോനെ കാണാൻ അമ്മക്ക് അത്രയും തിടുക്കമുണ്ട്, ആഗ്രഹമുണ്ട്. അവൻ പറഞ്ഞു, അമ്മ ഫോൺ അച്ഛനൊന്ന് കൊടുക്കുമോ? അങ്ങനെ അച്ഛൻ ഫോൺ എടുത്തു. അച്ഛനോട് ഇതേ കാര്യം പറഞ്ഞു. അവന്റെ കയ്യും കാലും നഷ്ടപ്പെട്ടതാണ്. വേറെ ആരുമില്ല അച്ഛാ. അച്ഛനും പറഞ്ഞു, പല അനാഥാലയത്തിലും വേണമെങ്കിൽ ആക്കാം, ആശുപത്രിയിലൊക്കെ വേണമെങ്കിൽ ആക്കാം, നമ്മുടെ ചികിത്സയുടെ ചെലവുകളൊക്കെ വഹിക്കാം. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട, മോനെ കൊണ്ട് വരും. ആ മോൻ വന്നില്ല. പിറ്റേന്ന് രാവിലെ സാൻ ഫ്രാൻസിസ്കോയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു കോള് വന്നു. പോലീസ് പറഞ്ഞു, നിങ്ങളുടെ മകൻ താമസിച്ചിരുന്ന ലോഡ്ജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവന്റെ ഡെഡ് ബോഡി ഉണ്ട് മോർച്ചറിയിൽ, നിങ്ങൾക്ക് വന്ന് കാണാൻ കൊണ്ടുപോകാം. അച്ഛനും അമ്മയും ഒട്ടിക്കടിച്ചു വന്നു ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക്. മകന്റെ മുഖം കണ്ടവർ അലറി കരഞ്ഞു. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി, വലത് കൈ ഉണ്ടായിരുന്നില്ല, ഇടത് കാലുണ്ട്. ചങ്ങാതിയുടെ കാര്യം പറഞ്ഞതായിരുന്നില്ല, അവന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ അവർ മനസ്സിലായി, എന്നെ വെൽക്കം ചെയ്യുന്ന ഒരു അന്തരീക്ഷമല്ല
ആ വീട്ടിലുള്ളത്. മനുഷ്യനെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മനുഷ്യനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കഴിവ്. നമ്മളൊരാളെ നന്നാകരുതുമുണ്ട്, നമ്മളൊരാളുടെ ചങ്ങാതിയായി ഇരുന്നാൽ. ഞാൻ കുറെ കാലം വിചാരിച്ചിരുന്നത് ആളുകളെ നന്നാക്കലാണ് നമ്മുടെ വഴിയാണ്. മനസ്സിലായി? അതൊന്നല്ല നമ്മുടെ വഴി. നമ്മുടെ കൂടെ ആരാണുള്ളത്? അയാളുടെ നല്ല സുഹൃത്തായിരിക്കുക. നമ്മുടെ കൂടെ നമ്മുടെ കുട്ടിയാണുള്ളത്, എൻ്റെ കൂടെ എൻ്റെ മോനാണുള്ളത് എങ്കിൽ ആ മോൻ്റെ നല്ലൊരു ചങ്ങാതിയായിട്ട് ഞാനിരിക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരാണുള്ളത് എങ്കിൽ അവരുടെ നല്ലൊരു സുഹൃത്തായിട്ട് ഞാൻ മാറുന്നത്. ലോകത്ത് ഏതൊരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരുടെ നല്ല സുഹൃത്തായിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും ഭംഗിയുള്ള അനുഭവം. ഓരോ മനുഷ്യനും അങ്ങനെ ഒരു മനുഷ്യനെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ഏതോ ഒരു മനുഷ്യനും തെരഞ്ഞെടുക്കണം. ഒരു നവജന്മം തരുന്ന ഒരു മനുഷ്യൻ നമ്മളൊക്കെ തെരയുന്നുണ്ട്. 800 കോടി മനുഷ്യന്മാരുണ്ട് ഈ ലോകത്ത്. നമുക്ക് 800 കോടി മനുഷ്യന്മാരൊന്നും വേണ്ട, നമുക്ക് ഒരാളുണ്ട്. ഒരാൾ, ഏതൊരാൾക്കും ഏതോ ഒരാളുണ്ട് എന്ന് പറയില്ല, ആ ഒരാൾ. ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് പോലും എല്ലാവർക്കും വേണ്ടിയെന്നല്ലല്ലോ, ഏതോ ഒരാൾക്ക് വേണ്ടിയിട്ടല്ലേ, ആ ഒരാൾ. നമ്മുടെ ഒരു ഫേവറേറ്റ് ഓൺലൈൻ ഉണ്ട്, അങ്ങനെ ഒരാൾ. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിലുണ്ടാവുന്നു. അത് വേണം. നമുക്ക് അങ്ങനെ ഒരാളുണ്ടോ എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരാളാണോ എന്നുള്ളതാണ്. കോഴിക്കുഞ്ഞിന് 2 ജന്മം ഉണ്ടെന്നതല്ല. ഒന്നെന്താണ്? ഒന്ന് കോഴിമുട്ടയായിട്ടുള്ള ജനനാണ്. രണ്ടാമത്തത് എന്താണ്? ആ കോഴിമുട്ടയുടെ അകത്തുനിന്ന് പുറത്തേക്കുള്ള ജനനാണ്. ഇതാണ് നവജന്മം. ഈ തോടിന്റെ ഉള്ളിൽ നമ്മളൊക്കെ കുടുങ്ങിപ്പോകും. സങ്കടങ്ങളോ വേദനകളോ ദുഃഖഭാരമോ ഇങ്ങനെയായിട്ടുള്ള നമ്മുടെ ഏതെങ്കിലുമൊക്കെ തോടിന്റെ ഉള്ളിൽ നമ്മളൊക്കെ കുടുങ്ങിപ്പോകും. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ, അതാണ് നവജന്മം തരുന്ന മനുഷ്യൻ. നിങ്ങള് ചൈന മതം കേട്ടില്ലേ? ചൈന മതമാണ് കേട്ടോ. ഒരുപാട് നല്ല മെസ്സേജുകൾ തരുന്നത് മതമാണ്. ആ മതത്തിലൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഏതൊരു മനുഷ്യനും ജനിക്കുന്നത് ഇരട്ടകളായിട്ടാണ്. ഏതൊരു മനുഷ്യനും ജനിക്കുന്നത് ടിൻസായിട്ടാണ്. എൻ്റെ ഒരു ടിൻ ബ്രദർ അല്ലെങ്കിൽ ടിൻ സിസ്റ്റർ ലോകത്തെവിടെയുണ്ട്. അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. ആ ആള് വരുന്നതോടു കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം ഉണ്ടാവുന്നത്. ആ ആൾക്ക് പറയുന്ന പേരാണ് സോൾമേറ്റ് എന്നത്. ഇത് ചൈന മതത്തിലെ ഒരു കൺസെപ്റ്റാണ്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഒരു പാർട്ടുണ്ട്, ആ നഷ്ടപ്പെട്ട പാർട്ട് അയാളുടെ ജീവിതത്തിലേക്ക് വരും. 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. നല്ല സ്നേഹത്തിന്റെ 40 നിയമങ്ങൾ. 40 റൂൾസ് ഓഫ് ലവ്. ആ പുസ്തകത്തിൽ ഇതേ കാര്യം പറയുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് ഏതോ ഒരാൾ വരാനുണ്ട്. ചിലപ്പോൾ അതൊരു പുസ്തകമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ചങ്ങാതിയായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഗുരുവായിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുട്ടിയായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നതാണ്. ആ ആള് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. ഒരു പുതിയ ഉൾക്കാഴ്ച തരും. മനുഷ്യരോട് നമുക്ക് പുലർത്താവുന്ന ഏറ്റവും മനോഹരമായ കരുണ അതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒരു സാന്നിധ്യമായിട്ട് മാറുന്നത്, ഒരു നവജന്മം തരുന്നു, വെളിച്ചം കൊടുക്കുന്ന ഒരു മനുഷ്യനല്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത കാലമാണ്, നിങ്ങൾക്ക് വരുമാനമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന ഒരു ട്യൂഷൻ മതിയോ ആ കുട്ടിയുടെ ജീവിതമാണ്. ഇതാണ് അങ്ങനെ വിളിച്ചുള്ളത്. നമ്മുടെ വീടിനപ്പുറത്തുള്ള ഒരു താത്തയുടെയോ ഒരു ചേച്ചിയുടെയോ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ മാത്സിന്റെയോ ഒരു ട്യൂഷൻ മതിയോ ആ കുട്ടിയുടെ ജീവിതം തന്നെ മാറും. ഇതാണ് മെന്ററിങ്. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ മാറുന്നത്. ഒരു പൂജാരി ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു മനുഷ്യനായിരുന്നു. ക്ഷേത്രത്തിൽ തന്നെ ഇങ്ങനെ ആരാധനകളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ക്ഷേത്രത്തിലേക്ക് ഇടയ്ക്ക് വരുന്ന ഒരു പെൺകുട്ടിയോട് കലശലായ പ്രണയമുണ്ടായിരുന്നു. അവൾക്ക് തിരിച്ചും ഒരു ആകർഷണവും പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അവളെ കാണാൻ വേണ്ടി ഒരു പാതിരാത്രിയിൽ അദ്ദേഹം വീട് വിട്ടിറങ്ങി, ക്ഷേത്രം വിട്ടിറങ്ങി. നല്ല മഴയുള്ള ഒരു ദിവസമാണ്. ഒരു പുഴ കടന്നിട്ട് വേണം അവളുടെ വീട്ടിൽ
പുഴയിലേക്ക് പോകാൻ. അങ്ങനെ പുഴയിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെച്ചപ്പോഴാണ് അറിയുന്നത് നല്ല ഒഴുക്കുണ്ട് പുഴയ്ക്ക്. മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആ പുഴയിലൂടെ എന്തൊക്കെയോ ഒഴുകി വരുന്നുണ്ട്. അങ്ങനെ ഒഴുകി വരുന്ന കൂട്ടത്തിൽ എന്തോ ഒരു സാധനത്തിൽ ഇങ്ങനെ പിടിച്ച് അദ്ദേഹം അക്കരെ എത്തി. അക്കരെ എത്തിയതിനു ശേഷമാണ് ആ സാധനത്തെ വീണ്ടും പുഴയിലേക്ക് തന്നെ തള്ളിയിട്ട്. അപ്പൊ അതിന് കയ്യായിരുന്നു, വിരലുകളൊക്കെ ഇങ്ങനെ തപ്പി നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇരുട്ടായതുകൊണ്ട് ഇങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് മനസ്സിലായത് അതൊരു മൃതദേഹമായിരുന്നു. യാത്ര ഇനിയുണ്ട്. അദ്ദേഹം പിന്നെയും നടന്നു. ഒരു ഉയരത്തിലാണ് അവരുടെ വീട്. ആ ഉയരത്തിലേക്ക് ഇങ്ങനെ നടന്നിട്ട് പോകുമ്പോഴേ അദ്ദേഹത്തിന് എന്തെങ്കിലും പിടിക്കാൻ കിട്ടിയാൽ സൗകര്യമായി എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എന്തൊരു വള്ളി കിടക്കുന്നുണ്ട്, നല്ല മിനിസുള്ളൊരു വള്ളി. ആ വള്ളിയിൽ പിടിച്ച് മുകളിലെത്തിയതിനു ശേഷം ആ വള്ളി താഴേക്കിട്ടിട്ടപ്പോഴാണ് ഒരു ഭയങ്കര ശബ്ദം. അതൊരു പെരുമ്പാമ്പായിരുന്നു. ഈ കഥകളൊക്കെ അവളോട് ചെന്നിട്ട് പറഞ്ഞു, ഞാനേ വല്ല വാഴയുടെ തടിയാണോ മറ്റോ എന്ന് വിചാരിച്ചിട്ട് പിടിച്ചതാ. പക്ഷെ അതൊരു മൃതദേഹം, വള്ളിയാണോ എന്ന് കരുതി പിടിച്ചതേ ഒരു പെരുമ്പാമ്പായിരുന്നു. ആണോ? ഇത് നിങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായില്ലേ? ഒരു പേടി ഉണ്ടായില്ല? ഇല്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ്? എന്നോടുള്ള പ്രമേയം കൊണ്ട് ആണല്ലേ. എന്നിട്ട് ആ പെൺകുട്ടി ഒരു കാര്യം കൂടി പറഞ്ഞു, ഇത്രയും കാലം നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ദൈവത്തോടാണ് എന്നോടുള്ളതുപോലെ ഒരു സ്നേഹമെങ്കിൽ നിങ്ങൾ ലോകത്ത് എത്ര പേടിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ആ മഹർഷിയുടെ പേരാണ് വില്ലുമംഗലം